ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മളിന്ന് വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം കുട്ടികളുമായിട്ട് ബീച്ച് പോയതാട്ടോ. അപ്പോൾ ബ്രൂണയിലെ മോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബീച്ചുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് പോണ വഴിയിൽ രണ്ട് സൈഡിലായിട്ട് നിറയെ കാട് കേട്ടോ. ഇവിടെ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ടോ മഴ പെയ്തിട്ടിപ്പോൾ. അപ്പോൾ തന്നെ കാടുകളൊക്കെ നല്ലോണം ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്. ഇവിടെ രണ്ടാഴ്ചയിൽ കൂടുതൽ മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാടുകളൊക്കെ കത്തൽ തുടങ്ങും കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഇവിടെ പെട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടാണോ എന്നറിയില്ല, അങ്ങനെ കാടുകൾ തമ്മിൽ കത്തൽ തുടങ്ങും. അപ്പോൾ അതാ ഞങ്ങൾ പോണ വഴിയിൽ മൊത്തം കാടുകളൊക്കെ കത്തുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ശ്മശാനാണ് കേട്ടോ, ക്രിസ്ത്യൻസിൻ്റെ ശ്മശാനാണ്. കുറേ ഇങ്ങനെ ഇവിടെയുള്ള ശ്മശാനായാലും ഖബർസ്ഥാനായാലും ഒക്കെ ഉയരത്താണ് കേട്ടോ ഉണ്ടാവുക, ഉയരങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ബീച്ചിലെത്താനായിട്ടുണ്ട്. മോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇതുള്ളത്, ബീച്ച്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഷിപ്പ് യാർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഷിപ്പ് യാർഡ് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് പോയി ശരിക്കും ക്ലിയർ ആയിട്ടില്ല. ഷിപ്പ് യാർഡാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടി പാർക്ക് ചെയ്ത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഫുട്ബോൾ, ഷട്ടിൽ ഇതൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പല ടൈപ്പ് ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അവിടെ അതേപോലെ ഗ്രില്ല് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരായിട്ട് അവിടെ അങ്ങനെ ഉണ്ട്. ബീച്ചിൻ്റെ രണ്ട് സൈഡിലായിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, പാർക്കായിട്ടും കളിക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നേരെ ബീച്ചിൽ കളിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് വന്നുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ എത്തിയ പാടന്നെ രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവുമായിരുന്നേ. മോളെന്താണെന്നറിയില്ല, മോള് കളിക്കാൻ പറഞ്ഞിട്ട് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിന്ന്. അവൾ ഭയങ്കര ത്രില്ലിലാണ്, വെള്ളമായാൽ മതി അവർക്കൊക്കെ കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്.
അങ്ങനെ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് ഇരുടാവാനായപ്പോൾ പിന്നെ കയറാൻ പറഞ്ഞ്. വലിയ ഇഷ്ടമൊന്നുമില്ലാതെ രണ്ടുപേരും കയറിയത്. കളിച്ചാലും മതി വരുന്നില്ല അവർക്കൊന്നും. അപ്പോൾ ഇതാ കളിയൊക്കെ കഴിഞ്ഞ് കയറി കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പോവാണ്. അപ്പോൾ പോണ വഴിയിൽ ഇതാ ടെൻറ്റൊക്കെ കിട്ടിയിട്ട് കുറേ ആൾക്കാർ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് വാഷ്റൂം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സ്ഥലമുണ്ട് കേട്ടോ അവിടെ കുളിക്കാനായിട്ട്. അപ്പോൾ അവരിതാ ഉള്ളിലൊന്നും കയറിയിട്ടില്ല, പുറത്ത് നിന്നിട്ട് തന്നെ കുളിച്ച് റെഡി ആവുകയാണ്. മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ തന്നെ ഉണ്ട് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്രൂണയിലുള്ളൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. നമ്മളെവിടെ പോയാലും നിസ്കാരമൊന്നും കളാവില്ല. എപ്പോഴായാലും എവിടെ ആയാലും പള്ളിയിൽ സ്ത്രീകൾക്കും എല്ലായിടത്തും അലൗഡാണ്. അപ്പോൾ അതാണ് പള്ളി കേട്ടോ. അവിടേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ്. പിന്നെ വൈറ്റും റെഡും ടീഷർട്ട് ഇട്ടപ്പോൾ കുട്ടി എൻ്റെ മോൻ്റെ അതേ സെയിം എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടീനെ തന്നെ ഇങ്ങനെ നോക്കിയായിരുന്നത്. മോൻ്റെ അടുത്ത് പറഞ്ഞ് അതേ ഫേസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോനും പറഞ്ഞ് എനിക്കും തോന്നി എന്നെപ്പോലെ ഉണ്ട് എന്നുള്ളത്. ഷിപ്പ് യാർഡിൻ്റെ ഒരു ഭാഗം കേട്ടോ. പക്ഷെ എനിക്ക് ക്ലിയറായിട്ട് കിട്ടിയില്ല, രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. ഇപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ പോകുമ്പോൾ ചിപ്സും ഡ്രിങ്ക്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ട് അതൊക്കെ കുടിച്ച് പോവാണ്. ഫുഡ് വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.